വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള റിനൈസൻസ് ആണ്. അത് മുസ്ലിം റിനൈസൻസ് ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വനിതാ റിനൈസൻസ് ലീഡേഴ്സിലെ നവോത്ഥാന നായികമാരുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കുക നിങ്ങൾ. വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും പരീക്ഷയ്ക്ക് നവോത്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പലപ്പോഴും പരീക്ഷയ്ക്ക് നവോത്ഥാന നായികമാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് റിനൈസൻസ് ലീഡേഴ്സിന്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. കാണാത്ത കുട്ടികൾ അത് കാണും. ഇന്ന് നമ്മൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം പഠിക്കും. അപ്പോൾ അത്ര അധികമൊന്നുമില്ല. മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളും പിന്നെ ചെറിയ ചെറിയ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒരു ക്ലാസ് കൊണ്ട് മുസ്ലിം നവോത്ഥാനം നമുക്ക് തീർക്കാം. അപ്പൊ കേരളത്തില് മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വക്കം മൗലവി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയാം അല്ലെ. അപ്പൊ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 ഡിസംബർ 28-ന് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1873 ഡിസംബർ 28-ന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നു. അദ്ദേഹത്തെ വക്കം മൗലവി എന്ന് വിളിക്കുന്നു. കൂടാതെ തന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും നമ്മളെ വിളിക്കുന്നു അല്ലെ. ഇനി അടുത്തത്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാൽ മാത്രമേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ മുസ്ലിം എന്താ പറയുന്നത് നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം? വക്കം മൗലവിയെ പറയാം. എന്താ പറഞ്ഞേ? മതവിദ്യാഭ്യാസത്തോടൊപ്പം അന്നത്തെ കാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണേ. 1800 കാലഘട്ടങ്ങളില് കേരളത്തിലെ മുസ്ലിംസ് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ നേടിയിരുന്നുള്ളൂ. അപ്പൊ ഈ മതവിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതിക വിദ്യാഭ്യാസവും കൂടി നേടിയാൽ മാത്രമേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം സംഘടനകൾ സ്ഥാപിക്കുകയാണ്. അതിന്റെ സംഘടനകളാണ് ഒന്ന്, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. എന്താണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. കൂടാതെ മുസ്ലിം ഐക്യ സംഘം. എന്താണ്? മുസ്ലിം ഐക്യ സംഘം. ചിറയൻകീഴ് മുസ്ലിം സമാജം. ഇതൊക്കെ ആര് സ്ഥാപിച്ചതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകളാണ്. ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം ഐക്യ സംഘം, ചിറയൻകീഴ് മുസ്ലിം സമാജം, ചിറയൻകീഴ് മുസ്ലിം സമാജം എന്നിവയൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്ഥാപനങ്ങളാണ്. അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളാണ്. കൂടാതെ SNDPയുടെ മാതൃകയിൽ 1918 നിലയ്ക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നു. അപ്പൊ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? നിലയ്ക്കമുക്കാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്നാണ്? 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ഏത് സംഘടനയുടെ മാതൃകയിലാണ്? SNDPയുടെ മാതൃകയിലാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ചോദ്യം ഇതിൽ നിന്ന് നമ്മൾ അല്ലെ ഒരു സെന്റൻസിൽ നമ്മൾ പഠിച്ചത്? SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1918 നിലയ്ക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നു. അടുത്തത്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരില് ഒരു റിസർച്ച് സെന്റർ ഉണ്ട്. വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പറയും? കോഴിക്കോടാ പറയാം. ഇനി PSC പരീക്ഷകൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്, മുസ്ലിം എന്ന മലയാളം മാസിക ആരുടെയാണ്? മുസ്ലിം എന്ന മലയാളം മാസിക കൂടുതലും ഡിഗ്രി ലെവലിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മുസ്ലിം എന്ന മലയാളം മാസിക ആര് പ്രസിദ്ധീകരിച്ചു? വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിക്കുന്നു. 1906. വർഷം വളരെ പ്രധാനം, വർഷവും ചോദിച്ചിട്ടുണ്ട്. 1906 മുസ്ലിം എന്ന മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നെക്സ്റ്റ് വൺ, 1918
എന്താണ് അൽ ഇസ്ലാം എന്ന അറബി മലയാളം മാസിക പ്രസിദ്ധീകരിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1918 അൽ ഇസ്ലാം, അപ്പൊ നേരത്തെ പറഞ്ഞത് മുസ്ലിം, ഇപ്പൊ പറയാണ് അൽ ഇസ്ലാം, അത് അറബി മലയാളം മാസികയാണ്, പ്രസിദ്ധീകരിച്ച 1918. അപ്പൊ ദ മുസ്ലിം 1906, അത് മലയാളം മാസിക. അടുത്തത് അൽ ഇസ്ലാം, അത് 1918 അറബി മലയാളം മാസിക. കൂടാതെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ സ്ഥാപകനാര്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ സ്ഥാപകനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വക്കം മൗലവിയാണ് നമ്മൾ പറയാ. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് നിലവിൽ വന്ന വർഷം എന്നാണ്? 1931. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് 1931 സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത് മൗലവി ഖുറാന്റെ മലയാളം പരിഭാഷ പ്രസിദ്ധീകരിക്കേണ്ടായി. മലയാളം പരിഭാഷ. അപ്പൊ മൗലവിയുടെ വിശുദ്ധ ഖുറാന്റെ മലയാളം പരിഭാഷ പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? ദീപികയിലാണ്. അപ്പൊ ദീപിക മാസികയിൽ മൗലവി രചിച്ച വിശുദ്ധ ഖുറാന്റെ മലയാളം പരിഭാഷ പ്രസിദ്ധീകരിക്കേണ്ടായി. ഇതൊക്കെ ഓർക്കണം കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. പത്രം പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, എന്നാലും ഞാൻ ഒന്ന് പറയാം. അഞ്ചുതെങ്ങിൽ നിന്ന് ആണ് ഈ എന്താ പറയുന്നത് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുന്നത്. 1905 ജാനുവരി 19 പ്രസിദ്ധീകരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആദ്യത്തെ എഡിറ്റർ സർ CP ഗോവിന്ദപിള്ളയായിരുന്നു. ആരാണ്? ഗോവിന്ദപിള്ളയാണ്. അതിനുശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള 1906 പത്രത്തിന്റെ എഡിറ്റർ ആവുകയാണ്. ഈ പത്രത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ, ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യത്തോട് ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ഈ പത്രം നല്ല രീതിയിലുള്ള പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് കലാപങ്ങളൊക്കെ ആകുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ആൾക്കാരുണ്ടാവും നമുക്കറിയാം. അപ്പൊ തിരുവിതാംകൂർ സർക്കാരിനെയും ദിവാനായ P രാജഗോപാലാചാര്യയെയും വിമർശിക്കേണ്ടായി ഈ പത്രത്തിലൂടെ. അതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രം 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയൊക്കെ ചെയ്യേണ്ടായി. അപ്പോ ഇപ്പൊ ഈ പത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അപ്പൊ എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന്? അതായത് എന്റെ പത്രാധിപരില്ലാതെ എന്തിനാ എനിക്ക് പത്രവും അച്ചടിശാലയൊക്കെ എന്തിനാന്ന് മനസ്സിലായി? അതാണ് അച്ചുകൂടവും എന്തിന് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ട്ടോ. ഇനി മൗലവി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടാണ്ട് ഇനിയും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഒരു പ്രധാന കൃതിയാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. സൂറത്തുൽ ഫാത്തിഹ, ഇസ്ലാമിക് സന്ദേശം. എന്താണ് ഇസ്ലാമിക് സന്ദേശം? ദാവൂസ് ബാഹ്. അപ്പൊ ഏതൊക്കെയാണ്? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, സൂറത്തുൽ ഫാത്തിഹ, ഇസ്ലാമിക് സന്ദേശം, ദാവൂസ് ബാഹ് തുടങ്ങിയവയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് നമ്മൾ അൽ ഇസ്ലാം നേരത്തെ പറഞ്ഞു, അൽ ഇസ്ലാം, മുസ്ലിം, ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. മുസ്ലിം മലയാളം മാസികയാണ്, അൽ ഇസ്ലാം അറബ് മലയാളം മാസികയാണ്. അപ്പോ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം അൽ അമീൻ ട്ടോ. അൽ അമീൻ ഇതാരാണ്? ഈ പത്രം ആരാണ് എന്താ പറയുന്നത് ആരംഭിച്ചത്? നമുക്ക് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ പേര് വരാം, പക്ഷെ ഇദ്ദേഹമല്ല, മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ്. ഒന്നുകൂടെ പറയൂ, അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബാണ്. കൂടാതെ അൽ ഹിലാൽ, എന്താണ് അൽ ഹിലാൽ? ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ, അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബിന്റെ, അൽ ഇസ്ലാം എന്ന മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. ഇത്രയും ക്ലിയർ ആയോ?
ഇത്രയാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകനായ ആരെ കുറിച്ച്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വേറെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മുസ്ലിം നവോത്ഥാനത്തിന്റെ ആളാണ് മക്തി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വിദ്യാഭ്യാസത്തിനും മുസ്ലിങ്ങളിലുള്ള സ്ത്രീ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി കുറെ അധികം അക്ഷീണം പ്രയത്നിക്കുകയും ധാരാളം കൃതികൾ രചിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മക്തി തങ്ങൾ. 1847 മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ വെളിയംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്തി തങ്ങൾ ജനിക്കുന്നത്. 1847 മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ വെളിയംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആര് ജനിക്കുകയാണ്? മക്തി തങ്ങൾ ജനിക്കുകയാണ്. മക്തി തങ്ങളുടെ പ്രധാന ഗുരു വെളിയംകോട് ഉമർ ഖാസി എന്ന് പറയുന്ന ആളാണ്. വെളിയംകോട് ഉമർ ഖാസിയാണ് മക്തി തങ്ങളുടെ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്ന് നമുക്ക് ആരെ വിളിക്കാം? മക്തി തങ്ങളെ വിളിക്കാം. അപ്പൊ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്ന് നമ്മൾ വിളിക്കുന്നത് മക്തി തങ്ങളെയാണ്. ഇനി പറയാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഉന്നമനമുണ്ടാകൂ. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഉന്നമനമുണ്ടാകൂ എന്ന് വാദിച്ച മുസ്ലിം നവോത്ഥാന നായകൻ ആരാണ്? മക്തി തങ്ങളാണ് കേട്ടോ. അപ്പൊ മക്തി തങ്ങൾ പറയാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയേ മുസ്ലിം സമുദായത്തിന് ഉന്നമനം ഉണ്ടാവൂ. കൂടാതെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ആദ്യമായി മുൻകൈയെടുത്ത വ്യക്തിയുമാരാണ്? മക്തി തങ്ങളാണ്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി മുൻകൈയെടുത്ത വ്യക്തിയും മക്തി തങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹം മുസ്ലിം വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ഒരു കൃതി തന്നെ രചിച്ചിട്ടുണ്ട്. നാരി നരാഭിചാരി. എന്താണ്? നാരി നരാഭിചാരി എന്ന കൃതി രചിച്ചത് ആരാണ്? മക്തി തങ്ങളാണ്. എന്തിനാണ്? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന മക്തി തങ്ങളുടെ കൃതിയാണ് നാരി നരാഭിചാരി. എന്താണ്? നാരി നരാഭിചാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് പറയാണ്. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹം പറയണ്ടായി, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം പറയണ്ടായി. കൂടാതെ മുസ്ലിംസ് ഒക്കെ സാധാരണ രീതിയിൽ അറബി ഭാഷയിലാണ് അല്ലെങ്കിൽ ഉറുദു അങ്ങനെയുള്ള ഭാഷകളിലൊക്കെയാണ് പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്ന മക്തി തങ്ങളാണ്. മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം ആരാണ്? മക്തി തങ്ങളാണ്. ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യ കൃതിയാണ് മക്തി തങ്ങളുടെ കടോര കൂടാരം. ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യ കൃതി എന്ന് കരുതപ്പെടുന്ന പുസ്തകം കടോര കൂടാരമാണ് കേട്ടോ. ട്രിനിറ്റി കോൺസെപ്റ്റിനെ പറ്റി പരാമർശിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് കടോര കൂടാരവും കടോര വജ്രവും. രണ്ട് കൃതിയുണ്ട്, ഒന്ന് കടോര വജ്രവും കൂടി ഉണ്ട്. അപ്പൊ ട്രിനിറ്റി കോൺസെപ്റ്റിനെ പറ്റി കടോര കൂടാരത്തിലും കടോര വജ്രത്തിലും പറയുന്നു. ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ കൃതിയായിട്ട് കരുതപ്പെടുന്നത് ഇതിനെ കുറിച്ചാണ്? കടോര കൂടാരത്തെ കുറിച്ചാണ് കേട്ടോ. അതാണ് അത് പറയുന്നത്. ഇനി 1884 മക്തി തങ്ങളുടെ ആദ്യത്തെ ഈ കൃതിയായ കടോര കൂടാരം പുറത്തിറങ്ങുന്നത്. അപ്പൊ മക്തി തങ്ങളുടെ ആദ്യത്തെ കൃതിയാണ് കടോര കൂടാരം. ഇതിന്റെ പ്രത്യേകത എന്താണ്? മലയാളത്തില് പുസ്തകം അല്ലെ, ആദ്യമായിട്ട് ഒരു മുസ്ലിം വ്യക്തി മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ്. ഇനി മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ മുസ്ലിങ്ങളോടുള്ള മനോഭാവത്തിനെയും കുറിച്ച് പരാമർശിച്ച വ്യക്തിയാണ് മക്തി തങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മലബാർ മേഖലയിലുള്ള ചരിത്രം അല്ലെങ്കിൽ കലാപത്തെ കുറിച്ച്, കേരള ഹിസ്റ്ററിയിൽ മലബാർ മേഖലയിലുള്ള കലാപങ്ങളെ കുറിച്ച് എടുത്ത് ഒരു ക്ലാസ്സിൽ പറയേണ്ടായി. അപ്പോൾ ഓരോ ക്ലാസ്സും നിങ്ങൾ ഭംഗിയായിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണുമ്പോഴാണ് നമുക്കത് ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നിങ്ങളോട് മുൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഭംഗിയായിട്ട് കാണണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ കൃത്യമായിട്ടും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ചർച്ച് മിഷൻ സൊസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയെ കുറിച്ച് യൂറോപ്യന്മാരുടെ
എന്താ പറയുന്നത് കോൺട്രിബ്യൂഷൻ പഠിച്ചപ്പോ യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷനിൽ കേരളത്തിന് കുറെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പറയാണ് അങ്ങനെ ആ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നപ്പോൾ ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് മക്തി തങ്ങള്. 1885 മക്തി തങ്ങൾ സാമൂഹിക നവീകരണത്തിന് അല്ലെങ്കിൽ മക്തി തങ്ങൾ എഴുതിയ ഒരു കൃതി സാമൂഹിക നവീകരണത്തിന് വളരെയധികം എന്താ പറയുന്നത് ഉപകാരമായി അല്ലെങ്കിൽ സഹായകമായി അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം. ആ കൃതിയുടെ പേരാണ് പരോപകാരി. അപ്പൊ പരോപകാരി എന്ന കൃതി രചിച്ചത് മക്തി തങ്ങളാണ്. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. പരോപകാരി എന്ന കൃതി രചിച്ചത് മക്തി തങ്ങൾ. 1885 മക്തി തങ്ങളുടെ പരോപകാരി എന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് സാമൂഹിക നവീകരണത്തിന് സഹായകമായ സാമൂഹിക നവീകരണ സോഷ്യൽ എന്താ പറയുന്നത് നവീകരണത്തിന് അല്ലെ റിനൈസൻസിന് സഹായകമായ നവോത്ഥാനത്തിന് സഹായകമായ മക്തി തങ്ങളുടെ കൃതിയാണ് പരോപകാരി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മക്തി തങ്ങള് ഒരു സായാഹ്ന ദിനപത്രം തുടങ്ങുകയുണ്ടായി. അതിന്റെ പേര് തുർക്കി സമാചാരം എന്നാണ്. എന്താണ് തുർക്കി സമാചാരം? അപ്പൊ തുർക്കി സമാചാരം സായാഹ്ന ദിനപത്രം. യാത്രാ വിവരണ ഗ്രന്ഥം തുടങ്ങുകയുണ്ടായി. അതിന്റെ പേരാണ് നമ്മുടെ സഞ്ചാരം. അപ്പൊ മക്തി തങ്ങളുടെ യാത്രാ വിവരണ ഗ്രന്ഥം നമ്മുടെ സഞ്ചാരം, മക്തി തങ്ങളുടെ സായാഹ്ന ദിനപത്രം തുർക്കി സമാചാരം, സാമൂഹിക അതുപോലെ നവീകരണത്തിന് സഹായകമായ കൃതി പരോപകാരി, ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കൃതി അല്ലെങ്കിൽ പുറത്തിറങ്ങിയ കൃതി കടോര കൂടാരം എന്ന് പറഞ്ഞു അല്ലെ. ആദ്യത്തെ മലയാള കൃതിയാണ് കടോര കൂടാരം. അപ്പൊ കൃതികളുടെ ഒരു നേതാവാണ് ആര്? മക്തി തങ്ങൾ അല്ലെ. ഇനി അടുത്തത് ഒരു സംഘടന മക്തി തങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. സാംസ്കാരിക സംഘടന മുഹമ്മദീയ സഭ. അപ്പൊ മുഹമ്മദീയ സഭ എന്ന കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ സാംസ്കാരിക സംഘടനയുടെ സ്ഥാപകനാണ് മക്തി തങ്ങൾ. 1899 മക്തി തങ്ങൾ ആ സ്ഥാപനം ആരംഭിച്ചത്. അപ്പൊ 1899 മുഹമ്മദീയ സഭ എന്ന സാംസ്കാരിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ. ഇനി മക്തി തങ്ങള് പരോപകാരി നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണമാണ്. കൂടാതെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച വേറൊരു മാസികയാണ് സത്യപ്രകാശം. അപ്പൊ മക്തി തങ്ങളുടെ ഒരു മാസികയുടെ പേര് പറയൂ. സത്യപ്രകാശം എന്ന് പറയുന്ന മാസികയും മക്തി തങ്ങളുടെയാണ്. അദ്ദേഹം 1912 അന്തരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം. കൊച്ചിയിലെ കൽവത്തി ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ മക്തി തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ കൽവത്തി ജുമാ മസ്ജിദിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് മക്തി തങ്ങള് ഒരു അറബ് മലയാളം പത്രം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ മക്തി തങ്ങൾ ആരംഭിച്ച അറബ് മലയാളം പത്രം ഏത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തുഹ്ഫത്തുൽ അഹ്യാർ. എന്താണ് തുഹ്ഫത്തുൽ അഹ്യാർ? തുഹ്ഫത്തുൽ അഹ്യാർ എന്ന അറബ് മലയാളം പത്രം ആരംഭിച്ചതും മക്തി തങ്ങളാണ്. ഇനി നമ്മൾ ഓർക്കണം, അതായത് പണ്ട് കാലത്ത് മൃഗബലിയൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ, ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊന്നല്ല, ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ മുസ്ലിം സമുദായത്തിൽ നിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തി തങ്ങളാണ്. പക്ഷെ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി നവോത്ഥാന നായകനാണെങ്കിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ നമുക്ക് നവോത്ഥാന നായകനെ പറയാനാ ഓർമ്മ വരിക. പക്ഷെ അങ്ങനെയല്ല, ഇദ്ദേഹം നവോത്ഥാനത്തിന്റെ മുൻഗാമിയാണ് അല്ലെ, മുസ്ലിം നവോത്ഥാനത്തിന്റെ. അപ്പൊ ഇദ്ദേഹമാണ് ഇതിനൊക്കെ തുടക്കമിട്ടത്. അപ്പൊ മൃഗബലി എന്ന സമ്പ്രദായത്തെ ശക്തമായിട്ട് ഇദ്ദേഹം എതിർക്കുകയുണ്ടായി ട്ടോ. ഇനി അടുത്തത് മുസ്ലിം സമുദായത്തിന് മലയാളം ഭാഷ മാത്രം എന്താ പറയാ അറബി മാത്രം പഠിച്ചാൽ പോരാ, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം, അങ്ങനെ മറ്റു ഭാഷകളൊക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി. കൃതിയുടെ പേര് മുസ്ലിങ്ങളും വിദ്യാഭ്യാസവും എന്നാണ്. അപ്പൊ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം കൃതി രചിച്ചു അല്ലെ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, മലയാളത്തിൽ അദ്ദേഹം കൃതി രചിച്ചു കടോര കൂടാരം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാരി നരാഭിചാരി. ആദ്യമായിട്ട് മലയാളത്തില് ഒരു മുസ്ലിം രചിച്ച കൃതി കടോര കൂടാരം. ഇനി അറബി മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ മലയാളവും ഇംഗ്ലീഷും കൂടി മനസ്സിലാക്കണം എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹം രചിച്ച കൃതിയാണ് മുസ്ലിങ്ങളും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന കൃതി. ഇത് കൂടാണ്ട് ജയാനന്ദ ഘോഷം, അതുപോലെ തന്നെ ഞാൻ
ഞാൻ തന്നെ, ഒരു വിവാദം, മക്തി സംവാദ ജയം, പരോപദ്രവ പരിഹാരി, ഇതൊക്കെ മക്തി തങ്ങളുടെ പ്രധാന കൃതികളാണ്. എന്താണ്? ജയാനന്ദാഘോഷം, ജയാനന്ദാഘോഷം, ഞാൻ തന്നെ, ഞാൻ തന്നെ, ഒരു വിവാദം, മക്തി സംവാദ ജയം, പരോപദ്രവ പരിഹാരി തുടങ്ങിയവയും മക്തി തങ്ങളുടെ പ്രധാന കൃതികളായിട്ട് നമുക്ക് പഠിക്കണം. ഇനി അടുത്തത് മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചുകൊണ്ട് മക്തി തങ്ങൾ എഴുതിയ കൃതിയാണ് പാർക്കളിത പോർക്കളം. എന്താണ്? പാർക്കളിത പോർക്കളം. എന്താണ്? മുഹമ്മദ് നബിയെ പ്രവാചകനായി ചിത്രീകരിച്ചുകൊണ്ട് മക്തി തങ്ങൾ രചിച്ച കൃതിയുടെ പേര് പാർക്കളിത പോർക്കളം എന്നാണ്. എന്താണ് പേര്? പാർക്കളിത പോർക്കളം ട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരെണ്ണം, ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട്, ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് 1891 മക്തി തങ്ങൾ എഴുതിയ കൃതിയാണ് നബി നയം. എന്താണ്? നബി നയം. അത് ഓർക്കുക. ഇനി കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനം. നേരത്തെ നമ്മൾ പറഞ്ഞു മൃഗബലിക്കെതിരെ മക്തി തങ്ങൾ നന്നായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം. ഇനി മദ്രസകൾ നമുക്കറിയാം അല്ലെ. മുസ്ലിം കുട്ടികളുടെ മതപഠനത്തിനായിട്ടുള്ള മദ്രസകളുടെ ആധുനികവൽക്കരണത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM മൗലവി. ആരാണ്? KM മൗലവി. ഇനി വളരെ കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരെയും കൂടെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന്, കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി വിരുദ്ധ സമരം നടത്തിയ ആദ്യ നവോത്ഥാന നായകൻ. അപ്പൊ നമ്മൾ മലബാർ കലാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ കുറെ 10-50-ലധികം കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ എന്താണ് നികുതിയും അങ്ങനെയുള്ള കാര്യങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ അതിൽ പരാമർശിച്ചത് അല്ലെ. അപ്പോ വെളിയങ്കോട് ഉമർ ഖാസി. ആരാണ്? വെളിയങ്കോട് ഉമർ ഖാസി. എന്താ പറയുന്നത്? ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തി മക്തി തങ്ങളുടെ ഗുരുവായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ വെളിയങ്കോട് ഉമർ ഖാസി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി വിരുദ്ധ സമരം നടത്തിയ ആദ്യ നവോത്ഥാന നായകനാണ്. ഓർക്കുക. അടുത്തത്, മലബാറിൽ കുറേയധികം വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിപ്ലവത്തിന്റെ പേരാണ് ചേരൂർ വിപ്ലവം. 1843 നടന്ന ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. 1843 ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് മമ്പുറം സയ്യിദ് അലി തങ്ങളാണ് കേരളത്തിലെ യൂറോപ്പ് അധിനിവേശത്തിനെതിരെ അസൈഫുൾ ബാദർ എന്ന കൃതി എഴുതിയതും മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്. കേരളത്തിലെ യൂറോപ്പ് അധിനിവേശത്തിനെതിരെ അസൈഫുൾ ബാദർ ദ ഷൈനിങ് സ്വേർഡ് അല്ലെങ്കിൽ അസൈഫുൾ ബാദർ എന്ന കൃതി രചിച്ചതും മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ബ്രിട്ടീഷുകാർക്കും ജന്മികൾക്കും എതിരെ 19-ാം നൂറ്റാണ്ടിൽ 50ഓളം കലാപങ്ങൾ നടന്നതിനെ കൂട്ടം കൂടി നമ്മൾ മലബാർ കലാപം എന്ന് വിളിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട കലാപം മഞ്ചേരി കലാപം 1849, കുളത്തൂർ കലാപം 1851, മട്ടന്നൂർ കലാപം 1852. ഈ വിപ്ലവങ്ങളുടെ ഒക്കെ നേതാവ് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ. മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ. മഞ്ചേരി കലാപം, കുളത്തൂർ കലാപം, മട്ടന്നൂർ കലാപം എന്നിവയുടെ നേതാവ്, എന്നീ വിപ്ലവങ്ങളുടെ നേതാവ് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ. ഈ കലാപത്തെ കുറിച്ച് നമുക്കറിയാം. ഇതിനെ മൊത്തം മലബാർ കലാപം എന്ന് വിളിക്കുന്നു. അന്വേഷിക്കാൻ TL സ്ട്രേഞ്ചിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അതിനുവേണ്ടി നേതൃത്വം വഹിച്ച എന്താ പറയുന്നത് പ്രധാന കളക്ടറാണ് HV കനോലി. ഇതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം മലബാർ കലാപം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഒരു 3-4 ദിവസമായിട്ടുള്ളൂ അപ്ലോഡ് ചെയ്തിട്ട്. ഇനി അടുത്തത് മുസ്ലിം വിദ്യാഭ്യാസ രീതിയെ ആധുനികവൽക്കരിക്കുകയാണ്. മുസ്ലിം വിദ്യാഭ്യാസത്തിന് കൃത്യമായി സിലബസ് ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. മുസ്ലിം വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിച്ച, മുസ്ലിം മതപഠനത്തിന് സിലബസ് ഒക്കെ കൊണ്ടുവന്ന വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്? ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അപ്പൊ ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിം വിദ്യാഭ്യാസ രീതിയെ ആധുനികവൽക്കരിക്കുകയും മുസ്ലിം നവോത്ഥാന പഠനം അല്ലെങ്കിൽ മുസ്ലിം മതപഠനം സിലബസ് അടിസ്ഥാനത്തിലാക്കുകയും ചെയ്തു. ഈ ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു അറബി മലയാളം കൃതി രചിക്കുകയുണ്ടായി. അതിന്റെ പേര് തുഹ്ഫത്ത് അൽ അഹ്ബാബ്. തുഹ്ഫത്ത് അൽ അഹ്ബാബ്. തുഹ്ഫത്ത് അൽ അഹ്ബാബ് എന്ന് പറയുന്നത് ചാലിലക്കാത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രധാന കൃതിയാണ്.
അടുത്ത് നോക്കാം, മുസ്ലിം കുടുംബങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എന്താ പറയുന്നത്, വളരെ ഭംഗിയായിട്ട് രമ്യതയോട് കൂടിയിട്ട് പരിഹരിക്കാനായി നിഷ്പക്ഷ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ച വ്യക്തിയാണ് മാഹീൻ ഹമദാനി തങ്ങൾ. മാഹീൻ ഹമദാനി തങ്ങൾ. ഈ നിഷ്പക്ഷ സംഘമൊക്കെ എന്തിനാ ടീച്ചർ പറയണത്, ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇതാണ് പിന്നീട് കേരള മുസ്ലിം ഐക്യ സംഘമായി മാറിയത്. അപ്പൊ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പൂർവ്വകാല നാമം നിഷ്പക്ഷ സംഘം. കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പൂർവ്വനാമം അല്ലെങ്കിൽ ആദ്യനാമം നിഷ്പക്ഷ സംഘം. എന്തിനു വേണ്ടി? മുസ്ലിം കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഘടന. ആരംഭിച്ച വ്യക്തി മാഹീൻ ഹമദാനി തങ്ങൾ. മാഹീൻ ഹമദാനി തങ്ങൾ. ഇനി അദ്ദേഹം ഒരു അറബ് മലയാളം മാസിക ആരംഭിച്ചു, അൽ മുസ്ലിം. മാഹീൻ ഹമദാനി തങ്ങളുടെ അറബ് മലയാളം മാസിക അൽ മുസ്ലിം. നേരത്തെ അൽ ഇസ്ലാം പഠിച്ചു അല്ലെ, ഇതെന്താണ് അൽ മുസ്ലിം ട്ടാ, അൽ മുസ്ലിം. എന്നാ മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക പ്രസിദ്ധീകരിച്ചത് മൗലവിയാണ്. മുസ്ലിം എന്ന മലയാള മാസിക ആരുടെയാണ്? മൗലവിയുടെയാണ്. മലയാളം അറബ് മലയാളം മാസിക മാഹിൻ ഹമദാനി തങ്ങളുടേതാണ്, അൽ മുസ്ലിം എന്നാണ്. അപ്പൊ ഇത്രയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ മുസ്ലിം നവോത്ഥാനം കഴിഞ്ഞു, അതുപോലെ തന്നെ വനിതാ നവോത്ഥാനം കഴിഞ്ഞു. ഇനി കേരളത്തിലെ നവോത്ഥാന നായകന്മാരും കൂടി പഠിച്ചാൽ കേരള നവോത്ഥാനം കംപ്ലീറ്റഡ് ആയി. അതിനുശേഷം നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് അവിടെ പഠിച്ചു തുടങ്ങാം അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.